ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ഒരു സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ ഈസി ആയിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം യൂസ് ചെയ്ത് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കോക്കനട്ട് ബർഫിയാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. ഇവിടെ ഞാൻ 1.5 കപ്പ് തേങ്ങ ചിരവിയതാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ അടിഭാഗം പെടാതെ ആ വൈറ്റ് കളർ മാത്രമായിട്ട് ചിരവിയെടുക്കാൻ നോക്കുക. എന്നിട്ട് ഞാൻ ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. നോൺ സ്റ്റിക്ക് പാനാണ് എപ്പോഴും ഇതിന് നല്ലത്. അപ്പോൾ അടിയിൽ പിടിക്കുന്ന പ്രശ്നമൊന്നും വരില്ല. എന്നിട്ട് ഞാൻ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നല്ല നെയ്യ് ഒഴിച്ചു കൊടുത്തു. ഇനിയിപ്പോൾ ഈ നെയ്യ് ഒന്ന് ഉരുകി വരണം. ഉരുകി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഇതൊന്ന് ചൂടായി കിട്ടിയാൽ മതി. തേങ്ങ എല്ലാ ഭാഗവും ഒന്ന് ചൂടായി കിട്ടിയാൽ മതി. അല്ലാണ്ട് കളറൊന്നും മാറണ്ട. ജസ്റ്റ് നമ്മൾ ഈ നെയ്യിൽ ഇട്ട് നന്നായി ആ നെയ്യിനോട് ചേർന്ന് തേങ്ങ എല്ലാ ഭാഗവും നന്നായി ഒന്ന് ചൂടായി വന്ന് മാത്രം മതി. അതാണ് ആദ്യം നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അത് നല്ലോണം നമ്മൾ ഇളക്കി കൊടുക്കുക. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും ആ ചൂട് ആയിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് ഇപ്പോൾ ഇതെല്ലാം തേങ്ങ നന്നായി ചൂടായി വന്നപ്പോൾ ഞാൻ പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. 3/4 കപ്പ് പഞ്ചസാര ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് അത്രയും വേണ്ടാന്നാണെങ്കിൽ അത് ഒത്തിരി മധുരം വേണ്ടാന്നാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ അളവ് കുറയ്ക്കാം. കുറച്ചും കൂടി മധുരം വേണമെന്നാണെങ്കിൽ ആ മധുരത്തിൻ്റെ അളവൊന്ന് കൂട്ടുക. അപ്പോൾ ഇവിടെ ഞാൻ 3/4 കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ പഞ്ചസാരയല്ല, നിങ്ങൾക്ക് ശർക്കര വെച്ചിട്ടും ഇത് ചെയ്യാം. ഇപ്പം ഞാനിവിടെ ഡയറക്റ്റ് പഞ്ചസാര ഇടുകയാണ് ചെയ്തത്. ഇനിയിപ്പോൾ പൊടിച്ച പഞ്ചസാര ഇട്ടാലും കുഴപ്പമില്ല. പഞ്ചസാരയായിട്ട് ഇടുമ്പോൾ അത് അലിഞ്ഞ് ഇതിനോട് ചേരാൻ കുറച്ച് സമയം എടുക്കുന്നേ ഉള്ളൂ. പൊടിച്ച പഞ്ചസാര ആകുമ്പോൾ കുറച്ച് പെട്ടെന്നാവും. ഇനി നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായി നമ്മൾ ഇളക്കി കൊടുക്കണം. എന്നിട്ട് ആ ഒരു പഞ്ചസാര ഫുള്ളും ഇപ്പോൾ ഇത് അലിഞ്ഞ് തുടങ്ങി, ഏകദേശം അതിനോടൊക്കെ തേങ്ങയായിട്ട് നന്നായി ചേർന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കൈയെടുക്കാണ്ട് തന്നെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക. അതേപോലെ മീഡിയം ഫ്ലെയിമിലിട്ട് ചെയ്താൽ മതി, കരിഞ്ഞു പോവുക. അല്ലെങ്കിൽ നന്നായി ഇങ്ങനെ ഇളക്കി കൊടുക്കുക. അപ്പോൾ പഞ്ചസാര ഫുള്ളായിട്ട് അലിഞ്ഞ് ആ ഒരു തേങ്ങേനായിട്ട് ഇങ്ങനെ ചേരണം. അതുവരെ നമുക്കിതിങ്ങനെ ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതാ ഇവിടെ ഇപ്പോൾ തേങ്ങയും പഞ്ചസാരയും എല്ലാം ഉരുകി തേങ്ങയോട് നന്നായി ചേർന്നു. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ബർഫി. ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു പാത്രം എടുത്തു. ഇതേപോലൊരു പാത്രം എടുത്ത് ഇത്തിരി നെയ്യ് തടവിയിട്ടുണ്ട്. എന്നിട്ട് ഞാനിത് ഇതിലേക്ക് മാറ്റാൻ പോവാണ്. അപ്പോൾ അതാ ഞാൻ മാറ്റി, ആ പാത്രത്തിലേക്ക് മാറ്റി. ഇതിപ്പോൾ ഫുള്ള് ഞാൻ 1.5 കപ്പ് തേങ്ങയല്ലേ എടുത്തുള്ളൂ. അതുകൊണ്ട് ആ ഒരു പാത്രം ഫുള്ളില്ല. അതുകൊണ്ട് ആ ഒരു പോർഷൻ ഈ ഒരു ഷേപ്പിൽ ഞാൻ ആക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് നന്നായിട്ടൊന്ന് തണുക്കാൻ വെക്കണം. അപ്പോൾ ഇതിൻ്റെ ചൂടൊന്ന് മാറിക്കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റാം, ഓവർനൈറ്റ് വെക്കാം. അപ്പോൾ കുറച്ചും കൂടി നല്ലൊരു ഇതായിട്ട് കിട്ടും നമുക്ക്. അപ്പോൾ ഇനിയിപ്പോൾ ഇതൊന്ന് ചൂടാറി കഴിഞ്ഞിട്ട് ഞാൻ കട്ട് ചെയ്യണത് കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ ചൂടെല്ലാം മാറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് ഓരോരോ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇനി വേറെ ഇപ്പോൾ ഒന്നുമില്ല. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന ഒരു റെസിപ്പിയല്ലേ ഇത്. അപ്പോൾ നന്നായിട്ട് ആയിട്ടുണ്ട്. ഞാൻ കട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഞാനത് കട്ട് ചെയ്ത് പീസസ് ആക്കി വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഞാൻ നിങ്ങൾക്കൊരു പീസ് എടുത്ത് കാണിച്ചു തരാം. കണ്ടല്ലോ, നല്ല അടിപൊളിയായിട്ട് ഇതിൻ്റെ ഒരു ഇത് കണ്ടില്ലേ. ഇത് സോഫ്റ്റാണ്, കഴിക്കുമ്പോൾ നല്ല സോഫ്റ്റാണ്. എന്നാൽ ഒരു പിടുത്തമുണ്ട് കേട്ടോ അതിനെ. അങ്ങനെ അപ്പോൾ ഇതാണ് നമ്മുടെ ബർഫി. ഇതിപ്പോൾ നിങ്ങൾക്ക് അലങ്കരിക്കണം എന്നുണ്ടെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇവിടെ കുറച്ച് സ്പ്രിങ്കിൾസ് ഇട്ടിട്ടാണ് അലങ്കരിച്ചത്. നിങ്ങൾക്ക് കാഷ്യൂ അതേപോലെ ബദാമൊക്കെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് മേലെ ഇട്ട് കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി, സ്വീറ്റ് റെസിപ്പി. അപ്പോൾ എന്താ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിൻ്റെ ഫീഡ്ബാക്സൊക്കെ കമൻസ് ആയിട്ട് തരിക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.